ബി.ജെ.പിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. വയനാട്ടിൽ കെ സുരേന്ദ്രനും, ആലത്തൂരിൽ ടി.എൻ. സരസുവും, എറണാകുളത്ത് കെ.എസ്. രാധാകൃഷ്ണനും, കൊല്ലത്ത് ജി. കൃഷ്ണകുമാറും മത്സരിക്കും. ദേശീയ തലത്തിൽ വരുൺഗാന്ധിക്ക് സീറ്റില്ല എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, കേരളത്തിൽ ഉൾപ്പെടെ എത്ര സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു? ഏതൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ കെ സുരേന്ദ്രനിലേക്ക്, വയനാട്ടിലേക്ക് എത്തിയ സാഹചര്യത്തെക്കുറിച്ച് നേതാക്കൾ വിശദീകരിക്കുന്നുമുണ്ടോ? രതീഷ, പ്രധാനമായിട്ടും 17 സംസ്ഥാനങ്ങളിൽ നിന്നും 111 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കേരളത്തിലെ അവശേഷിക്കുന്ന 4 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. വയനാട് കെ സുരേന്ദ്രനാണ് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ ആനി രാജയ്ക്കും എതിരെ മത്സരിക്കുന്നത്. ആലത്തൂർ ടി.എൻ. സരസു, എറണാകുളം കെ.എസ്. രാധാകൃഷ്ണൻ, കൊല്ലം ജി. കൃഷ്ണകുമാർ. ഈ സംസ്ഥാന അധ്യക്ഷന്മാർ മത്സരിക്കേണ്ട എന്നുള്ളൊരു കേന്ദ്ര തീരുമാനത്തെ അതിൽ നിന്നും മാറിയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അതിലൊരു വ്യത്യാസം വന്നിരിക്കുന്നു. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കെ സുരേന്ദ്രൻ വയനാട് മത്സരിക്കുന്നു. പാർട്ടി തീരുമാനം തന്നെയാണ് എന്നുള്ള കാര്യമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും അറിയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണം കെ സുരേന്ദ്രനിലേക്ക് എത്താനുള്ള ഒരു കാരണമൊന്നും തന്നെ വ്യക്തമായിട്ടുള്ള പാർട്ടി തീരുമാനം, അതിനെ തുടർന്ന് മത്സരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. പിന്നെ പ്രധാനപ്പെട്ട് പറയാനുള്ളത് ടി.എൻ. സരസു ആണ്. ആലത്തൂർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. മുൻ വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പളാണ്. മാത്രമല്ല SFI അവരുടെ ചില പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് ശവമഞ്ചം അടക്കം നടത്തിയൊരു പ്രതിഷേധം നടത്തിയ സംഭവങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. അതിൽ 3 SFI വിദ്യാർത്ഥികൾക്ക് നടപടിയെല്ലാം എടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ടി.എൻ. സരസു വരുന്നു ആലത്തൂർ മണ്ഡലത്തിലേക്ക്. കൊല്ലത്ത് ജി. കൃഷ്ണകുമാറാണ് നടൻ മുകേഷിനെതിരെയും അതുപോലെ തന്നെ N.K. പ്രേമചന്ദ്രനെതിരെയും മത്സരിക്കാനെത്തുന്നത്. എറണാകുളത്ത് കെ.എസ്. രാധാകൃഷ്ണൻ മുൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ കാലടി സർവകലാശാല VC കൂടിയായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ കേരളത്തിലെ അവശേഷിക്കുന്ന 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിനോടകം പൂർത്തിയായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കേന്ദ്രത്തിലേക്ക് വരുന്ന സമയത്ത് വരുൺ ഗാന്ധിക്ക് ചില നേരത്തെ തന്നെ അഭ്യൂഹങ്ങളായിട്ടും റിപ്പോർട്ടുകളായിട്ടും വരുന്ന കാര്യമായിരുന്നു മനേകാ ഗാന്ധിയുടെ മകന് ഫിൽബിത്തിൽ വീണ്ടും സീറ്റ് നൽകില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഫിൽബിത്തിൽ ജിതിൻ പ്രസാദയാണ് മത്സരിക്കുന്നത്. വരുൺ ഗാന്ധിക്ക് സീറ്റില്ല. അതേസമയത്ത് സുൽത്താൻപൂരിൽ മനേകാ ഗാന്ധി തന്നെ മത്സരിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. ഹിമാചലിലെ മണ്ഡിയിൽ ബോളിവുഡ് താരമായിട്ടുള്ള കങ്കന റണൌട്ടും മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി, ഒരു പ്രത്യേകത കൂടിയുണ്ട്. ശരി, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്നു. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്നതാണ് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ബി.ജെ.പിയിൽ നിന്നുള്ള വാർത്ത.